നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ അവയവ മാഫിയ ആത്മാർത്ഥദാനം എന്ന പേരിൽ ആൾമാറാട്ടവും പണമിടപാടും നടത്തുന്നതായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ദാരിദ്ര്യം മുതലെടുത്ത് സ്ത്രീകളെ മുൻനിർത്തിയുള്ള കച്ചവടം വ്യാപകം. ദാരിദ്ര്യം വിറ്റ് കോടികൾ കൊയ്യുന്ന ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് അവയവ കച്ചവട ശൃംഖലകൾ വേരുന്നതായാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറാണ് സമൂഹ മാധ്യമത്തിലൂടെ ഗുരുതരമായ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. തീരപ്രദേശങ്ങളിലെ ദരിദ്ര കുടുംബങ്ങളെ ലക്ഷ്യമിട്ട വൻ സാമ്പത്തിക ഇടപാടുകളാണ് ആൾമാറാട്ടത്തിലൂടെയും വ്യാജ കഥകളിലൂടെയും അരങ്ങേറുന്നത്. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചേർത്തല, കൊല്ലം തുടങ്ങിയ തീരപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് അവയവ മാഫിയ വലയിലാക്കുന്നത്. ഏറ്റവും ആശങ്കാജനകമായ കാര്യം അവയവദാതാക്കളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നതാണ്. അടുത്തിടെ സമിതിക്ക് മുന്നിലെത്തിയ 8 കേസുകളിൽ 7 പേരും സ്ത്രീകളായിരുന്നു. ഇവർക്ക് രോഗിയെ നേരിട്ട് പരിചയമില്ലാതിരുന്നിട്ടും ആത്മാർത്ഥ ദാനം എന്ന പേരിൽ കൃത്രിമ കഥകൾ സൃഷ്ടിച്ചാണ് സമിതിയെ സമീപിക്കുന്നത്. ജില്ലാതല അംഗീകാര സമിതികൾ തള്ളിക്കളയുന്ന കേസുകൾ പോലും ഹൈക്കോടതി വഴി വീണ്ടും കൊണ്ടുവരുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്നും സമിതി അംഗങ്ങളെ ഫോണിലൂടെ വിളിച്ച അനുമതി നൽകണം എന്ന് ഭീഷണിപ്പെടുത്തുന്നതും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും പതിവാകുന്നു. ചിലപ്പോൾ അധികാര പരിധിക്ക് പുറത്തുള്ള കേസുകൾ പോലും സമിതിക്ക് മുന്നിൽ സമ്മർദ്ദത്തിലൂടെ എത്തുന്നതായും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നു. ദാരിദ്ര്യവും അറിവില്ലായ്മയും ചൂഷണം ചെയ്ത സ്ത്രീകളെ അവയവ കച്ചവടത്തിലേക്ക് തള്ളിവിടുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. നിയമം കർശനമാക്കി നടപ്പാക്കി ഇത്തരം ശൃംഖലകളെ തകർക്കുകയോ അല്ലെങ്കിൽ സർക്കാർ നേരിട്ടിടപെട്ട സുതാര്യമായ നയരൂപീകരണം നടത്തുകയോ ചെയ്തില്ലെങ്കിൽ കേരളം വലിയൊരു സാമൂഹിക ഭീഷണി നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉന്നതതല അന്വേഷണം നടത്തി ശൃംഖലയുടെ വേരുകൾ കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. UDF-ലെ മുഖ്യമന്ത്രി ചർച്ച. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ തൃശൂരിലെ ക്ഷേത്രത്തിൽ INTUC നേതാവിന്റെ പ്രത്യേക പൂജ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ തൃശൂരിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ, ദിവസപൂജയും ഒറ്റ ശർക്കര നിവേദ്യവും നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ തൃശൂർ ജില്ലയിലെ നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി മെയ് 7 വ്യാഴാഴ്ച ദിവസപൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും ഒറ്റ ശർക്കര നിവേദ്യവും നടത്തുന്നത്. INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണനാണ് ഈ വഴിപാട് നടത്തുന്നത്. രമേശ് ചെന്നിത്തല തിരുവാതിര നക്ഷത്രം എന്ന പേരിലാണ് വഴിപാട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 408 ക്ഷേത്രങ്ങളിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ശ്രീകോവിലാണ് ഈ ക്ഷേത്രം. അച്ഛൻ, അമ്മ, മകൾ എന്ന കുടുംബ സങ്കല്പത്തിൽ ഒരു പീഠത്തിൽ 3 ദേവതകൾ ഒന്നിച്ചിരിക്കുന്ന കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് കിഴക്കേ കുമരഞ്ചിറ ക്ഷേത്രം. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഗുരുതി പുഷ്പാഞ്ജലി, ഒറ്റ ശർക്കര നിവേദ്യം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ ചർച്ചയാണ് UDF-ൽ നടക്കുന്നത്. തൃശൂരിൽ ലോറിക്കടിയിലേക്ക് സ്കൂട്ടർ വീണ യുവതിക്ക് ദാരുണാന്ത്യം. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിലായിരുന്നു അപകടവും ദുരന്തവും. തൃശൂരിൽ ലോറിക്കടിയിലേക്ക് സ്കൂട്ടർ വീണ യുവതിക്ക് ദാരുണാന്ത്യം. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത്. അവിണിശ്ശേരി സ്വദേശി വടൂകുറ്റിൽ വീട്ടിൽ ശ്രീനിവാസന്റെ ഭാര്യ ദേവികയാണ് മരിച്ചത്. സമാന ദിശയിൽ സഞ്ചരിക്കവേ സ്കൂട്ടർ ലോറിയുടെ അടിയിലേക്ക് വീണതായാണ് പ്രാഥമിക വിവരം. ഗുരുതരമായി പരിക്കേറ്റ ദേവികയെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ലോറിയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി UDF-ൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ നിയോഗിച്ച AICC നിരീക്ഷകർ സംസ്ഥാനത്തെത്തി. മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് തലസ്ഥാനത്തെത്തിയത്. രമേശ് ചെന്നിത്തലയും നിരീക്ഷകരും ഒരേ വിമാനത്തിലാണ് എത്തിയത്. നിയമസഭാ കക്ഷിയിൽ എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം തീരുമാനമെടുക്കുമെന്ന് അജയ് മാക്കൻ പറഞ്ഞു. ആരെയൊക്കെ കാണണമെന്ന് വിശദമായി തീരുമാനിക്കുമെന്ന് മുകുൾ വാസ്നിക് അറിയിച്ചു. താൻ ഡൽഹിക്ക് പോയത് മഹാരാഷ്ട്ര പുനഃസംഘടനാ കാര്യം ചർച്ച ചെയ്യാനാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ വിജയത്തിൽ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും അഭിനന്ദിച്ചു. ചർച്ചയിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടുമോയെന്നറിയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. 3 നേതാക്കൾക്കായും ചരടുവലികൾ ശക്തമായിരിക്കെ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡിന് കഠിനമാണ്. ചർച്ചകൾ ചൂടേറുന്നതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി.
സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ടു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ എല്ലാം ഭംഗിയായി നടക്കുമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഉടൻ തീരുമാനമുണ്ടാകുമെന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. UDF-ലാകെയും പൊതുസമൂഹത്തിലുമുള്ള സ്വീകാര്യത ഹൈക്കമാൻഡിന് തള്ളിക്കളയാനാകില്ലെന്നാണ് VD സതീശൻ പക്ഷം ഉയർത്തുന്ന വാദം. നിയന്ത്രണം വിട്ട ടോറസ് ലോറി വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചുകയറി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വാഴക്കോടിന് സമീപമാണ് അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട ടോറസ് വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചുകയറി. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വാഴക്കോടിന് സമീപമാണ് സംഭവം. നിയന്ത്രണം വിട്ട ടോറസ് ലോറി റോഡരികിലെ കടയിലേക്ക് ഇടിച്ചുകയറിയെന്നാണ് വിവരങ്ങൾ. പുലർച്ചെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നി നീങ്ങിയാണ് അപകടമുണ്ടായതെന്നാണ് വിവരങ്ങൾ. ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുലർച്ചെയായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങളോ കാൽനട യാത്രികരോ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകുമെന്നറിയാൻ കാതോർത്ത നാട്. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് കെ. മുരളീധരൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുരളീധരൻ. നിരീക്ഷകരെ കണ്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞായറാഴ്ച അറിയാം. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.